കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ കേസ് വന്നിരിക്കുന്നു. വിദ്യാർത്ഥിനിയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. വാർഡൻ ഭീഷണിപ്പെടുത്തിയതിലുള്ള മനോവിഷമം മൂലമാണ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രതിഷേധം തുടരാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. അർജുൻ കല്യാട് ഇപ്പോൾ അവിടെയുണ്ട്. അർജുൻ കല്യാട്, വാർഡന്റെ പേരിലുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്തൊക്കെയാണ്? കുടുംബം വാർഡനെതിരെ തിരിയുമ്പോൾ സ്വാഭാവികമായും വാർഡൻ സ്വീകരിച്ച ചില നിലപാടുകൾ ഈ പെൺകുട്ടിക്ക് മനോവിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് പരാതി. എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്നത് എന്താണ് വാർഡന്റെ റോൾ? അരുൺകുമാർ, കാഞ്ഞങ്ങാട് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള ഈ ആത്മഹത്യാ ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഒരു കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ഇപ്പോൾ വിദ്യാർത്ഥിനിയുടെ പരാതി നൽകിയിരുന്നു. അമ്മയാണ് പരാതി നൽകിയത്. ഇന്നലെ തന്നെ ഇതിനകത്ത് നടപടി സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു പോലീസ് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഉറപ്പ്. വിദ്യാർത്ഥികൾ ഇന്നലെ ചർച്ച നടത്തുന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു. എന്തായാലും ഈ കാഞ്ഞങ്ങാട് നഴ്സിംഗ് കോളേജിലുള്ള ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന് ഇന്നലെ പോലീസ് നടപടിയൊക്കെ വലിയ രീതിയിൽ വാർത്തയായതാണ്. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഡിവൈഎസ്പി ഓഫീസിലേക്കാണ്. ഡിവൈഎഫ്ഐയുടെ മാർച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഇന്നലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കും SFI നേതാക്കൾക്കും ഒക്കെ പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ലാത്തി ചാർജിലാണ് പരിക്കേറ്റത്. എന്തായാലും ശക്തമായിട്ടുള്ള സമരങ്ങൾ ഇന്നും നടക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസും ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ വനിതാ കമ്മീഷനും ഇന്ന് ഈ വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് അത്തരത്തിലുള്ള നടപടികൾ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വനിതാ കമ്മീഷൻ അംഗം കുഞ്ഞായിഷ ഇന്ന് രാവിലെ ഈ ആശുപത്രിയിലേക്ക് എത്തുകയും ആശുപത്രിയിലുള്ള മറ്റ് വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വാർഡനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു മൊഴികളാണ് ഈ വനിതാ കമ്മീഷൻ അംഗത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഡിവൈഎഫ്ഐയുടെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസ് മാർച്ചാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡിൻ്റെ ഇടയിലേക്ക് ബാരിക്കേഡ് മറിച്ചതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ബാരിക്കേഡ് കുലുക്കുകയാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ. ഇന്നലെ തന്നെ ഈ SFI നടത്തിയിട്ടുള്ള ഈ ഹോസ്പിറ്റലിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. പോലീസ് ലാത്തി ഉൾപ്പെടെ പ്രയോഗിച്ചിരുന്നു. അതിൽ SFI പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐ ആണ് ഇന്നിപ്പോൾ ഈ പ്രതിഷേധവുമായി ഡിവൈഎസ്പി ഓഫീസിലേക്ക്, കാഞ്ഞങ്ങാടുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉൾപ്പെടെ നടത്തുന്നത്. ബാരിക്കേഡ് പിടിച്ചു കുലുക്കുകയാണ്. മറുഭാഗത്ത് പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങളുണ്ട്. നിരവധിയായിട്ടുള്ള പോലീസ് സേനാംഗങ്ങളും മറുഭാഗത്ത് അണിനിരന്നിട്ടുണ്ട്. ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി അവർ തിരിച്ച് ഈ കാസർഗോഡ് നിന്നും ഈ ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. ശക്തമായിട്ടുള്ള ഒരു സമരം ഉണ്ടാവും എന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സമരമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും ഈ ഡിവൈഎസ്പി ഓഫീസിലേക്കുണ്ട്. കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിന് തൊട്ടു പിന്നാലെയാണ് യുവജന വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി എത്തുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇതിനകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ ഈ കെട്ട്, അതായത് മറുഭാഗത്ത് പോലീസ് സ്ഥാപിച്ചിട്ടുള്ള അതിൻ്റെ കെട്ടഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് ബാരിക്കേഡ് അതിൻ്റെ കെട്ടഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പോലീസും പ്രവർത്തകരും ഉള്ള ഒരു സംഘർഷത്തിലേക്ക് കെട്ടഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉൾപ്പെടെ നടത്തുകയാണ്. ഇവ കൂടുതൽ പ്രവർത്തകന്മാർ ഈ മതിലിന് മുകളിലേക്ക് കയറുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഒരു സംഘർഷത്തിലേക്ക് പോലീസുകാരെ അവിടെ അവരുടെ കാല് പിടിച്ച് വലിക്കുകയാണോ? എന്താണ് അവിടെ നടക്കുന്നത് അർജുൻ?
അതായത് സുജിയ, ഈ ബാരിക്കേഡ് ഉറപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് തൊട്ടടുത്തുള്ള മതിലിലും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിലും ഉൾപ്പെടെ ഒരു കയറ് കൊണ്ട് കെട്ടിവെച്ചിരുന്നു. ആ കയറ് അഴിച്ചു മാറ്റി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടുതൽ പേർ ഈ മതിലിനകത്തേക്ക് മതിലിന് മുകളിൽ കയറുകയും പോലീസുമായി ഒരു ബലപ്രയോഗം ഉൾപ്പെടെ കാണാൻ വേണ്ടി കഴിയും. ഈ കെട്ട് അഴിച്ചു മാറ്റി ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഡിവൈഎഫ്ഐയുടെ ശ്രമമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു മൽപ്പിടുത്തത്തിലേക്ക് അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പോലീസിൻ്റെ ലാത്തിയുടെ ഒരു ഭാഗം ഉൾപ്പെടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊട്ടിച്ച് അത് ദൂരേക്ക് വലിച്ചെറിയുന്നുൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഡിവൈഎഫ്ഐ പോലീസ് ഉന്നതരായിട്ടുള്ള ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. അവർ നിർദ്ദേശം നൽകുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ഡിവൈഎസ്പി കൃത്യമായ രീതിയിൽ ഡിവൈഎഫ്ഐയുടെ കയ്യിലായി, അവരത് അഴിക്കുകയാണോ? അതായത് ഈ ബാരിക്കേഡ്, അതെ, ആ ബാരിക്കേഡ് ഉറപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് കെട്ടിയ വടമാണ് അല്ലെങ്കിൽ കയറാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അഴിച്ചു മാറ്റിയത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇനി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാർ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തൊട്ട് മതിലിന് വശത്തേക്ക്, അതിൻ്റെ മതിലിൻ്റെ പുറകു വശത്തേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും ശക്തമായി ബാരിക്കേഡ് ഇപ്പോൾ മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത്. വടം നേരത്തെ അഴിച്ചു മാറ്റിയതാണ്. ഈ ബാരിക്കേഡ് ഇപ്പോൾ മറിച്ചിടുന്നത്, ഡിവൈഎഫ്ഐ പ്രവർത്തകർ മറിച്ചിടുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാവരും ചേർന്ന്, അതായത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മറുവശത്തേക്ക് വരികയാണ്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം പൂർത്തിയാവുകയാണ്. ഡിവൈഎഫ്ഐയുടെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൾപ്പെടെയുള്ള വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് പോലീസിൻ്റെ ജലപീരങ്കി നേരെ ആകാശത്തേക്ക് പോകുന്ന കാഴ്ച ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആദ്യഘട്ടം ഒരു ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ അത് ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്നും നേരെ ആകാശത്തേക്കാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ മറുവശത്ത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാർ ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ശക്തമായ രീതിയിൽ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ജലപീരങ്കി ഉപയോഗിക്കുന്ന ഈ സംവിധാനത്തിന് ചില സാങ്കേതിക തകരാറുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പരിഹരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവിടത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചിട്ടില്ല. മറുഭാഗത്ത് ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുകളിൽ തന്നെ ജലപീരങ്കി ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിന് നേരെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം. തന്നെ അതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പോലീസിന് നേരെ ജലപീരങ്കി. തീർച്ചയായിട്ടും ഈ ജലപീരങ്കി ഉപയോഗിക്കുന്ന ഈ പ്രതിഷേധക്കാരെ ചിരിക്കുകയാണെന്ന് തോന്നുന്നു. പാക്കേറ്റം ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മറുഭാഗത്ത് ഇത് നോക്കി കൈയടിക്കുകയും, അതായത് ഈ ജലപീരങ്കി ആകാശത്തേക്ക് അടിച്ചതോടുകൂടി തന്നെ കൈയടിക്കുകയും വലിയ രീതിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോഴും പോലീസിനെതിരെ ആക്രോശവും വെല്ലുവിളിയും ഒക്കെയായി ഈ മറുവശത്തുണ്ട്. ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും അതിന് സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഈ പ്രവർത്തകരെ ഈ പോലീസ് അവിടെ നിന്ന് ഒരു പരസ്പരമെത്തി മുഖാമുഖമെത്തി ഈ ബലപ്രയോഗത്തിലൂടെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടിയും കഴിയും. എന്തായാലും ഈ മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ ശക്തമായിട്ടുള്ള സമരമുണ്ടാകുന്നു. അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരവും ഇതേ സ്ഥലത്തേക്ക് തന്നെ നടക്കാനുണ്ട്. അതിന് മുൻപായാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമരം നടക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ 3-4 പേർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോലീസിൻ്റെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ അവരെ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നും, അതായത് ഈ ഉന്നതരായിട്ടുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ബാരിക്കേഡിന് മറുവശത്ത് നിന്നുകൊണ്ട് ഇവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. കാലത്തൊന്നു
പ്രവർത്തകന്മാർ ബാരിക്കേഡിന് ഒരു വശത്ത് നിലയുറപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ആ മൽപ്പിടുത്തവും പരസ്പരമുള്ള ഒരു നേർക്കുനേർന്നുള്ള പോരാട്ടത്തിന് ഇപ്പോൾ അല്പം ഒരു അയവ് വന്നിട്ടുണ്ട്. പക്ഷേ മറുവശത്ത് ഇവിടെ സംഘടിച്ചു നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാർ ബാരിക്കേഡിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ കണ്ടതാണ്. ഇന്നലെ SFI നടത്തിയിട്ടുള്ള മാർച്ചിലും സംഘർഷമുണ്ടായിരുന്നു. അതിനുശേഷം ഈ സമവായ ചർച്ച അല്ലെങ്കിൽ വൈകുന്നേരം യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പോലീസ് യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിലും പോലീസ് നടത്തിയിട്ടുള്ള അക്രമത്തിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ രീതിയിലായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. യോഗത്തിൽ തന്നെ ശക്തമായ രീതിയിലുള്ള ഈ പോലീസിൻ്റെ നരനായാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐ നേതാക്കൾ ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഡിവൈഎസ്പി ഓഫീസിലേക്ക് നിശ്ചയിച്ചത്. ആ ഡിവൈഎസ്പി ഓഫീസിൽ നിശ്ചയിച്ചിട്ടുള്ള മാർച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഈ മാർച്ചിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു മൽപ്പിടുത്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നുവെങ്കിൽ കൂടി പിന്നീട് ഈ പ്രവർത്തകന്മാർ ബാരിക്കേഡിന് ഇപ്പുറത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള സമരം ഈ ആശുപത്രിയിലേക്ക് SFIയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ABVPയും എല്ലാം മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് വലിയ രീതിയിലായിരുന്നു ഈ പ്രവർത്തകരെ നേരിട്ടത്. അതായത് ലാത്തി ചാർജ് ഉൾപ്പെടെ നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ നിന്നുകൊണ്ട് അതായത് ഇപ്പോൾ ഇങ്ങനെ ഈ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ചിലേക്ക് ഇവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്.